പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 6 നെക്സ്റ്റ് പോർഷനാണ്. ദ ഫസ്റ്റ് എവർ 4x4 മാജിക് സ്ക്വയർ. ഇതിന് മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇത് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. Okay, the first ever recorded 4x4 magic square is found in a 10th century inscription at the Parshanath Jain temple in Khajuraho, India, and is known as the Chautisa Yandra. അതൊക്കെ ഇന്ത്യയിലെ ഖജുരാഹോയിലെ പാർശ്വനാഥ് ജൈന ക്ഷേത്രത്തിലെ 10ാം നൂറ്റാണ്ടിലെ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് ആദ്യമായി രേഖപ്പെടുത്തിയ 4x4 മാജിക് സ്ക്വയർ കാണപ്പെടുന്നത്. ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചൗത്തീസ യന്ത്ര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഫസ്റ്റ് എവർ റെക്കോർഡഡ് 4x മാജിക് സ്ക്വയർ ഇതാ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ നമ്പേഴ്സാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. ചൗത്തീസ് എന്ന് വെച്ചാൽ എന്താ? ചൗത്തീസ് എന്ന് വെച്ചാൽ 34 ആണല്ലേ. അപ്പോൾ ഇതിനെ എന്തുകൊണ്ടാണ് ചൗത്തീസ യന്ത്ര എന്നറിയപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ മാജിക് സ്ക്വയറിലെ ഓരോ റോയും ഓരോ കോളവും ഓരോ ഡയഗണൽസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 34 എന്ന നമ്പറായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്നറിയപ്പെടുന്നത്? ചൗത്തീസ യന്ത്ര എന്ന് അറിയപ്പെടുന്നു. അടുത്തത് നേച്ചേഴ്സ് ഫേവറൈറ്റ് സീക്വൻസ്, ദ വിരഹംഗ ഫിബൊനാച്ചി നമ്പേഴ്സ്. The sequence 1, 2, 3, 5, 8, 13, 21, 34, etc. is one of the most celebrated sequences in all of mathematics. It occurs throughout the world of art, science and mathematics. അപ്പോൾ ഈ ഒരു സീക്വൻസിനെയാണ് വിരഹംഗ ഫിബൊനാച്ചി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫിബൊനാച്ചി നമ്പേഴ്സ് എന്നാണ് റീഡ് ചെയ്യുന്നത് കേട്ടോ. 1, 2, 3, 5, 8, 13, 21, 34, etc. ഈ സീക്വൻസ് ആണ് വിരഹംഗ ഫിബൊനാച്ചി നമ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത് മാത്തമാറ്റിക്സിലെ മോസ്റ്റ് സെലിബ്രേറ്റഡ് സീക്വൻസ് ആണ് ഈ വിരഹംഗ ഫിബൊനാച്ചി നമ്പേഴ്സ്. ഈ വിരഹംഗ ഫിബൊനാച്ചി നമ്പറിൻ്റെ ഡിസ്കവറിയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. The Virahanga numbers first came up thousands of years ago in the works of Sanskrit and Prakrit linguists in their study of poetry. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സംസ്കൃത പ്രാകൃത ഭാഷ പണ്ഡിതരുടെ പൊയട്രി പഠനത്തിനിടയിലാണ് വിരഹംഗ സംഖ്യകൾ ആദ്യമായിട്ട് ഉയർന്നു വന്നത്. ഇൻ ദ പൊയട്രി ഓഫ് മെനി ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് പ്രാകൃത്, സാൻസ്ക്രിറ്റ്, മറാത്തി, മലയാളം, തമിഴ് ആൻഡ് തെലുങ്കു, ഈച്ച് സിലബസ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഐദർ ലോങ് ഓർ ഷോർട്ട്. അതായത് പ്രാകൃത്, സംസ്കൃത്, മറാത്തി, മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ നിരവധി ഇന്ത്യൻ ഭാഷകളിലെ പോയട്രികളിൽ ഓരോ സിലബിലും, അതായത് ഓരോ അക്ഷരവും ലോങ് ആയോ ഷോർട്ടായോ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എ ലോങ് സിലബിൾ ഈസ് പ്രൊനൗൺസ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ ദാൻ എ ഷോർട്ട് സിലബിൾ, ഇൻ ഫാക്ട് ഫോർ എക്സാക്ട്ലി ട്വൈസ് ആസ് long. When singing such a poem, a short syllable lasts 1 beat of time and a long syllable lasts 2 beats of time. ഒരു ഷോർട്ട് സിലബിള് ലോങ് സിലബിളിനേക്കാൾ കൂടുതൽ നേരം പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നു. വാസ്തവത്തിൽ അതായത് ഷോർട്ട് സിലബിളിൻ്റെ ഇരട്ടി സമയം എന്ത് ചെയ്യപ്പെടുന്നു? ലോങ് സിലബിള് പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നു. അത്തരമൊരു പോയം സിങ് ചെയ്യുമ്പോൾ ഷോർട്ട് സിലബിള് 1 ബീറ്റ് ഓഫ് ടൈം ലാസ്റ്റ് ചെയ്യുന്നു, ലോങ് സിലബിള് 2 ബീറ്റ്സ് ഓഫ് ടൈം ലാസ്റ്റ് ചെയ്യുന്നു. ദിസ് ലീഡ്സ് ടു ന്യൂമറസ് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് which the ancient poets in these languages considered extensively. A number of important mathematical discoveries were made in the process of asking and answering these questions about poetry. അതായത് പോയട്രിയെക്കുറിച്ചുള്ള ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്യുന്നതിനിടയിൽ നിരവധി പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ ഡിസ്കവറീസ് ഉണ്ടായി. One of these particularly important questions was the following: how many rhythms are there with 8 beats consisting of short syllables and long syllables? അതായത് ലോങ് സിലബിൾസും ഷോർട്ട് സിലബിൾസും കൺസിസ്റ്റ് ചെയ്യുന്ന 8 ബീറ്റ്സിൽ എത്ര റിതംസ് ഉണ്ട് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ദറ്റ് ഈസ്, ഇൻ ഹൗ മെനി വേസ് വൺ ക്യാൻ ഫിൽ 8 ബീറ്റ്സ് വിത്ത് ഷോർട്ട് ആൻഡ് ലോങ് സിലബിൾസ്, where a short syllable takes 1 beat of time
ആൻഡ് എ ലോങ് സിലബിൾ ടേക്സ് 2 beats of ടൈം. അപ്പോൾ ഒരാൾക്ക് ഷോർട്ടും ലോങ്ങുമായിട്ടുള്ള സിലബിൾസ് വെച്ച് 8 ബീറ്റ്സിനെ എങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഷോർട്ട് സിലബിൾ 1 beat ഓഫ് ടൈമും ലോങ് സിലബിൾ 2 beats ഓഫ് ടൈമുമാണ് എടുക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ പോസിബിലിറ്റീസ് തന്നിട്ടുണ്ട്. 8 ബീറ്റ്സിനെ നമുക്ക് ലോങ് 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 4 ലോങ് സിലബിളായിട്ട് എടുക്കാം. അതുപോലെ 8 ഷോർട്ട് സിലബിൾസ് ആയിട്ട് എടുക്കാം. അതായത് ലോങ് സിലബിൾ എന്ന് പറയുന്നത് എന്താ, 2 beats അല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കാം. പിന്നെ ഷോർട്ട് ലോങ് ലോങ് ഷോർട്ട് ലോങ് ഇങ്ങനെ എടുക്കാം. ലോങ് ലോങ് ഷോർട്ട് ഷോർട്ട് ലോങ് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ ലോങ് എന്ന് പറയുന്നത്, ലോങ് സിലബിൾ എന്ന് പറയുന്നത് എന്താണ്, 2 beats ആണ്. അപ്പോൾ ഇത് എങ്ങനെ എടുക്കാം, 2 2 2 2 ഇങ്ങനെ എടുക്കാം. ഇതിനെ എങ്ങനെ എടുക്കാം, ഷോർട്ട് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 8 times 1 എടുക്കാം. ഇവിടെ ഷോർട്ട് 1 ആണ്, ലോങ് 2 ആണ്. ഇങ്ങനെ എടുക്കാം. പിന്നെ എങ്ങനെ എടുക്കാം, 2 2 1 1 2 ഇങ്ങനെ എടുക്കാം. അതേപോലെ നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് എഴുതാനായിട്ട് സാധിക്കും. Phrased more mathematically, in how many different ways can one write a number? Say 8 as sum of 1s and 2s. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്കിതിനെ 8നെ നമുക്ക് 1ൻ്റെയും 2വിൻ്റെയും സം ആയിട്ട് എങ്ങനെ എഴുതാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് ഞാനിവിടെ മുകളിൽ എഴുതി കാണിച്ചത്. 8നെ എങ്ങനെ എഴുതാം, ലോങ് 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 എന്നുള്ളതിനെ 2 + 2 + 2 + 2 എന്ന് എഴുതാം. ഷോർട്ട് 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 ഇങ്ങനെയുള്ളതിനെ 1 + 1 + 1 + അതായത് 8 times 1 ആഡ് ചെയ്യാം. അതേപോലെ 1 + 2 + 2 + 1 + 2 എന്ന് എഴുതാം. അതുപോലെ 2 + 2 + 1 + 1 + 2 എന്ന് എഴുതാം. ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Here are all the ways of writing each of the numbers 1, 2, 3 and 4 as the sum of 1s and 2s. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്നെ നമുക്ക് 1 ആയിട്ട്, 1 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ എഴുതുന്നതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. 1നെ നമുക്ക് 1 ആയിട്ട് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി n2 ആണെങ്കിൽ എങ്ങനെയൊക്കെ എഴുതാം, 1 + 1 എന്ന് എഴുതാം, 2 എന്ന് എഴുതാം. അപ്പോൾ 2 ഡിഫറെൻറ്റ് വേസിൽ എഴുതാം. ഇനി n3 ആണെങ്കിലോ 1 + 1 + 1 എന്ന് എഴുതാം, 1 + 2 എന്ന് എഴുതാം, 2 + 1 എന്ന് എഴുതാം. അപ്പോൾ 3 ഡിഫറെൻറ്റ് വേസിൽ എഴുതാം. n 4 ആയിട്ട് എടുത്താൽ 1 + 1 + 1 + 1 എന്ന് എഴുതാം, 1 + 1 + 2 എന്ന് എഴുതാം, 1 + 2 + 1 എന്ന് എഴുതാം, 2 + 1 + 1 എന്ന് എഴുതാം, 2 + 2 എന്ന് എഴുതാം. അങ്ങനെ 5 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എഴുതാം. Try writing the number 5 as the sum of 1s and 2s in all possible ways in your notebook. അപ്പോൾ ഇനി 5നെ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ എങ്ങനെ എഴുതാം എന്നുള്ളത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Here is a systematic way to write down all rhythms of short and long syllables having 5 beats. Write a 1 plus in front of all rhythms having 4 beats and then a 2 plus in front of all rhythms having 3 beats. This gives us all the rhythms having 5 beats. 4 ബീറ്റുകളുള്ള എല്ലാ റിതംസിൻ്റെയും മുമ്പിൽ 1+ എഴുതുക. അതേപോലെ 3 ബീറ്റുകളുള്ള എല്ലാ റിതംസിനും മുന്നിൽ 2+ എഴുതുക. ഇത് നമുക്ക് 5 ബീറ്റുകളുള്ള എല്ലാ റിതംസും നമുക്ക് നൽകുന്നു. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ അപ്പോൾ നമുക്കൊന്ന് നോക്കാം. n 5 ആണല്ലേ. അപ്പോൾ 4 ബീറ്റ്സുകളുള്ള എല്ലാത്തിൻ്റെയും മുമ്പിൽ എന്തെഴുതാനാണ് പറഞ്ഞേ, 1+ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാ നോക്കിയേ, 1 + 1 + 1 + 1, 1 + 1 + 1 + 2, 1 + 1 + 2 + 1, 1 + 2 + 1 + 1, 1 + 2 + 2. അപ്പോൾ 4 ബീറ്റ്സ് ഉള്ള എല്ലാത്തിൻ്റെയും മുമ്പിൽ എന്തെഴുതി, അതായത് ഇവിടെ 4 ബീറ്റ്സുകളാണ് ഇങ്ങോട്ടുള്ളത് അല്ലേ. അതിൻ്റെ എല്ലാം മുമ്പിൽ എന്തെഴുതി, 1+ എഴുതി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, 3 ബീറ്റ്സ് ഉള്ള എല്ലാ റിതംസിൻ്റെയും മുമ്പിൽ എന്തെഴുതണം, 2+ എഴുതണം. അതാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. 2+ 1 + 1 + 1, 2+ 1 + 2, 2+ 2 + 1 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം എത്ര കിട്ടി നോക്കിയേ, 1 2 3 4 5 6 7 8 മൊത്തം 8 കിട്ടി അല്ലേ. ദർ ആർ 8 റിതംസ് ഹാവിങ് 5 ബീറ്റ്സ്. 5 ബീറ്റ്സിൽ എത്ര റിതംസ് ഉണ്ട്,
8 റിതംസ് ആണ് ഇവിടെ ഉള്ളത്. ഈ തന്നിരിക്കുന്നത് ബീറ്റ്സുകളാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് നമ്മൾ റിതംസ് ആയിട്ട് എടുക്കും. അപ്പോൾ 1 ബീറ്റിന് 1 റിതം, 2 ബീറ്റ്സിന് 2 റിതംസ്, 3 ബീറ്റ്സിന് 3 റിതംസ്, 4 ബീറ്റ്സിന് 5 റിതംസ്. ഇനി 5 ബീറ്റ്സിനോ ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത്? ടോട്ടൽ 8 റിതംസ് നമുക്കിവിടെ കിട്ടി. 4 ബീറ്റ്സിന് മുമ്പ് വരുന്നതിനെല്ലാം നമ്മൾ എന്താ എടുത്തത്? 1 പ്ലസ് ഫ്രണ്ടിലെടുത്തു. 3 ബീറ്റ്സ് വരുന്നതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ നമ്മൾ 2 പ്ലസ് എടുത്തു. Therefore, the number of 5 beat rhythms is the number of 4 beat rhythms plus the number of 3 beat rhythms. അപ്പോൾ അതുകൊണ്ട് 5 ബീറ്റ് ഋതങ്ങളുടെ എണ്ണം 4 ബീറ്റ് ഋതങ്ങളുടെ എണ്ണവും 3 ബീറ്റ് ഋതങ്ങളുടെ എണ്ണവും ചേർന്നതാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് how many 6 beats rhythms are there? By the same reasoning, it will be the number of 5 beat rhythms plus the number of 4 beat rhythms. That is 8 plus 5 is equal to 13. Thus there are 13 rhythms having 6 beats. 6 ബീറ്റിൻ്റെ നമുക്ക് 1 പ്ലസ്സിൽ തുടങ്ങുന്നത് നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1, 6 ടൈംസ് 1 വരും. പിന്നെന്ത് വരും? 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2 ഇങ്ങനെ വരും. പിന്നെന്ത് എഴുതാം? 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1 ഇങ്ങനെ വരും. 2 ഓരോ സ്റ്റെപ്പിലും ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെയുള്ളത് എഴുതാം. 2 പ്ലസ് 1 പ്ലസ് 1, അടുത്തത് 1 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1. പിന്നെ അടുത്തത് എന്തെഴുതാം? 1 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 2 ഇങ്ങനെ എഴുതാം. അടുത്തത് 1 പ്ലസ് 2 പ്ലസ് 2 എന്ന് എഴുതാം. അടുത്തത് 1 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 1 എന്ന് എഴുതാം. അല്ലേ? ഇനി ഇപ്പോൾ നമ്മൾ 1 വരുന്നതെല്ലാം എഴുതി. അപ്പോൾ എത്ര കിട്ടി? 1 2 3 4 5 6 7 8 എണ്ണം കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 8 എണ്ണം കിട്ടി. ഇനി നമ്മൾ 2 വരുന്നത് അടുത്ത് എഴുതുന്നു. ഇവിടെ ടോട്ടൽ 8 കിട്ടി. ഇനി 2 വരുന്നത് എങ്ങനെ എഴുതാം? 2 പ്ലസ് 2 പ്ലസ് 2 എഴുതാം. ഇങ്ങനെ എഴുതാം. അടുത്തത് 2 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 1 എഴുതാം. അടുത്തത് 2 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 1 എഴുതാം. അടുത്തത് 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2 എഴുതാം. 2 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എഴുതാം. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ മൊത്തം 5 എണ്ണമായി ഇല്ലേ? അപ്പോൾ 8 പ്ലസ് 5 13 നമുക്കിവിടെ കിട്ടി. അപ്പോൾ 6 ബീറ്റ്സ് ഉള്ളതിന് 13 റിതംസ് ആണ് ഉണ്ടാകുക. Use the systematic method to write down all 6 beat rhythms. That is, write 6 as the sum of 1s and 2s in all possible ways. Did you get 13 ways? അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഈ എഴുതിയതാണ് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നതും 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നതും മൊത്തം നമ്മൾ എഴുതി കഴിഞ്ഞു. നമുക്ക് മൊത്തം 13 വേസ്, 8 പ്ലസ് 5 13 വേസ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ മുകളിൽ കണ്ടത് ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടെ എടുത്തെഴുതുവാണേ. അപ്പോൾ നമ്മൾ 1 ബീറ്റ് ഉള്ളതിന് എന്തായിരുന്നു? 1 റിതമായിരുന്നു. 2 ബീറ്റ്സ് ഉള്ളതിന് 2 റിതംസ്, 3 ബീറ്റ്സ് ഉള്ളതിന് 3 റിതംസ്, 4 ബീറ്റ്സ് ഉള്ളതിന് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 4 ബീറ്റ്സ് ഉള്ളതിന് 5 റിതംസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ 4 ബീറ്റ്സ് ഉള്ളതിന് നമുക്ക് 5 റിതംസ് കിട്ടി. 5 ബീറ്റ്സ് ഉള്ളതിന് നമുക്ക് 8 റിതംസ് കിട്ടി. 6 ബീറ്റ്സ് ഉള്ളതിന് നമ്മളിപ്പോൾ ചെയ്തു 13 റിതംസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് കിട്ടിയിരിക്കുന്ന മെത്തേഡ് നമ്മളൊന്ന് നോക്കിയേ. 1ന് 1, 2ന് 2, 3ക്ക് 3, 4ന് 5. അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കിയേ. 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 2 അല്ലേ? അടുത്തത് 2ഉം 1ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 3 കിട്ടി. 3ഉം 2ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 5 കിട്ടി. 5ഉം 3ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി. 8ഉം 5ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 13 കിട്ടി. അങ്ങനെയാണെങ്കിൽ 7 ബീറ്റ്സിന് എത്ര റിതം കാണും? 13 പ്ലസ് 8 21 റിതംസ് കാണും.
അങ്ങനെയാണെങ്കിൽ 8 ബീറ്റ്സിന് എത്ര റിതംസ് കാണും? 21 + 13 ദാറ്റ് ഈസ് 34. 9 ബീറ്റ്സിന് എത്ര റിതംസ് കാണും? 34 + 21 ദാറ്റ് ഈസ് 55 റിതംസ് കാണും. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. So how many rhythms of short and long syllables are there having 8 beats? We simply take the 8th element of the Virahanga sequence. Virahanga sequenceലെ 8ാമത്തെ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? 8ാമത്തെ എലമെൻ്റ് ഇവിടെ ഏതാണ്? 34 ആണ്. അപ്പോൾ ഇവിടെ 8 ബീറ്റ്സിന് എത്ര റിതംസ് കാണും? 34 റിതംസ് കാണും. Thus there are 34 rhythms having 8 beats. Write the number in the sequence after 55. 55 കഴിഞ്ഞിട്ടുള്ളത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. We have seen that the next number in the sequence is given by adding the 2 previous numbers. അപ്പോൾ നമ്മളിവിടെ കണ്ടു നെക്സ്റ്റ് നമ്പർ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? മുമ്പിലുള്ള 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 55 കഴിഞ്ഞിട്ട് അടുത്തത് എഴുതണേ നമ്മൾ എന്ത് ചെയ്താൽ മതി? 55ഉം 34ഉം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 89 കിട്ടും. ഇനി 89 കഴിഞ്ഞ് അടുത്തത് കണ്ടുപിടിക്കണമെങ്കിലോ റൈറ്റ് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ് ഇൻ ദ സീക്വൻസ്. അപ്പോൾ അടുത്തത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 89ഉം 55ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 144 എന്ന് കിട്ടും. അടുത്തത് കണ്ടുപിടിക്കാൻ 144ഉം 89ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 233 എന്ന് കിട്ടും. അടുത്തത് കണ്ടുപിടിക്കാൻ 233ഉം 144ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 377 എന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഓരോ നമ്പേഴ്സും കണ്ടുപിടിക്കാൻ 2 പ്രീവിയസ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഓഡ് നമ്പറാണ്, അടുത്തത് ഈവൻ ആണ്, അടുത്തത് ഓഡ് ഈവൻ, ഓഡ് ഈവൻ, ഓഡ് ഈവൻ. അപ്പോൾ ഇത് ഓഡ് അടുത്തതപ്പോൾ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. 2 ഓടും 1 ഈവനും അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ അടുത്ത വരുന്നത് എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. വാട്ട് ഈസ് ദ പാരിറ്റി ഓഫ് ഈച്ച് നമ്പർ ഇൻ ദ സീക്വൻസ്? ഡു യു നോട്ടീസ് എനി പാറ്റേൺ ഇൻ ദ സീക്വൻസ് ഓഫ് പാരിറ്റി? അപ്പോൾ അടുത്ത എന്തായിരിക്കും? ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഓഡ് ഈവൻ അല്ലേ? ദാറ്റ് ഈസ് 2 ഓഡ് നമ്പേഴ്സ് ആർ ഫോളോവേഡ് ബൈ 1 even number. So the next number after 337 will be even as per the repeating parity cycle. The pattern of parity repeats every 3 times as odd even അല്ലേ? എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഓഡ് ഈവൻ ഇങ്ങനെ 3 ടേംസുകൾ റിപ്പീറ്റ് ചെയ്താണ് നമ്മുടെ പാറ്റേൺ ഓഫ് പാരിറ്റി വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പോർഷൻസ് മതി. ഇനി ബാക്കിയുള്ളതുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.